ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് മാക്സ് ഫുഡ് ചാലഞ്ച്. സോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സ് ഫുഡ് ചാലഞ്ച് ആണ്. ഡയറക്ടർ ഭയങ്കര വിഷമത്തിലാട്ടാ. കാരണം ചലഞ്ചിന്റെ പേര് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊരു 5 മാറ്റിയിട്ടുണ്ട്. ഈ സാധനം ഞാൻ 5 മാറ്റി. ഞാൻ നാട്ടിൽ പോയി ബസ്സില് കിടന്നു തുടങ്ങി. രാത്രി പോയി 4 മണി പുലർച്ചെ 4 മണിക്ക് പോയി. അന്ന് പറഞ്ഞ എടാ ഇയാൾ വന്നപ്പോ പറഞ്ഞറിയാവോ, വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ എനിക്ക് ഉറങ്ങിയിട്ട് എനിക്ക് നോക്കിയപ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാതെ ഈ ബസ്സിന്റെ ഞാൻ പറഞ്ഞത് ഞാൻ ബസ്സിൽ ഉറങ്ങിയെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇട്ടോണ്ട് വരില്ലേടാ മണ്ട. ഇതിനകത്ത് രണ്ടുപേരെ ഭാഗത്തിരിക്കും നിൽക്കാൻ പറ്റില്ല. കാരണം മാക്സിലും ചെയ്യാണ്ട് ഞാൻ മോചി ഇവര് കളിയാക്കി കൊല്ലും. അതുകൊണ്ട് അത് ആമീസിന്റെ അപ്പൊ ഇത്ത വരുമ്പോ കിട്ടും. അപ്പോ ഇതിന്റെ റൂൾസ് ഒക്കെ എങ്ങനെ? റൂൾസ് എന്താ, മാത്തമാറ്റിക്കൽ ഫുഡ് ചാലഞ്ച്. അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ഉത്തരം പറയുന്നത്. ഗൈസ് ഇതിനകത്തൊരു വെറൈറ്റി ഉണ്ട്. ഒരു ഉത്തരം കറക്റ്റ് ആക്കുന്ന ആൾക്ക് ഒരു ബൈറ്റ് കിട്ടും. ആദ്യം തൊട്ട് പറയാം, നിങ്ങൾ ആരും ഞാൻ കഴിക്കാൻ നോക്കിയിരിക്കേണ്ട ഒരു ബൈറ്റ് പോലും എനിക്ക് കാണത്തില്ല. അങ്ങനെ പറയണ 1-1 3 അല്ല, ഇത് നമ്മൾ എഴുതി കൂട്ടാനാണ്. ജയിച്ചു. എടാ എനിക്ക് ഒന്നും രണ്ടാന്ന് അറിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ചു വന്നപ്പം നോക്കുമ്പോ മറ്റേ ഇത് വന്നിരിക്കുന്നു TV പ്രോഗ്രാം 1-1-3. അപ്പൊ ഞാൻ അത് വിശ്വസിച്ചു. മാക്സ് ചലഞ്ച് വേണോ? ചലഞ്ച് പോരെ, ഒരു ബൈറ്റ് 2 ബൈറ്റ് 3 ബൈറ്റ്. അപ്പൊ അതൊക്കെയാണ് ചലഞ്ചിന്റെ റൂൾസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് അപ്പോൾ ദേ നമ്മുടെ 4 ഐറ്റംസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോരോ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞാൽ ഓരോരോ ലഡു കഴിക്കാം. ഞാനൊരു മുൻകൂർ ഞാൻ ആരും എന്നെ കളിയാക്കുന്നത് മാക്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഏതിനും ബുദ്ധിമുട്ടില്ലാത്ത എല്ലാത്തിനും ബുദ്ധിമുട്ടാ. 500 എത്രയാണെന്ന് അറിയില്ലേ? ഞാൻ കാര്യം പറയട്ടെ, അതറിയാമെങ്കിൽ ഇവര് ക്യാഷർ വെച്ചിട്ട് അവിടെ എടുത്തേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കടയിൽ അമ്മ ഇരുത്തത്തില്ല. അത് അമ്മ ഇരുത്തും. കാരണം എടുത്തോണ്ട് പോകുമ്പോ ഞാൻ എത്ര 2 ചായ കടി എത്ര 18,026 അങ്ങനെ എന്തോ സമ്പാദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. You drive from point A to B at 60 kilometers per hour. 60. You drive from point A to B at 60 kilometers per hour. You drive back to B to A at 40 kilometers per hour. What was your average speed for the whole trip? 50. 50. 50 തറ 60 40 നടക്ക് 45 അതിന് വണ്ടിയുടെ എഞ്ചിൻ ഇട്ട് ചെയ്യും. കൈ വെക്കിയല്ലേ പറ. 45 കൈ വെക്കിയതാ പറഞ്ഞേ. 50 പറഞ്ഞാ ആവറേജ് സ്പീഡ് 70 വെറുതെ പറഞ്ഞു. കൈ വെക്കി. സ്പീഡാണോ തന്നെ? 14 കിലോമീറ്റർ അങ്ങോട്ട് പോയി, 14 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു. 14 50-40 ആണോ? 60-40 60-40 അപ്പൊ എനിക്കല്ലായിരുന്നു. നീ ഇത് 100 അല്ലേ? എന്തിനാ 60 + 40 നോക്കുന്നേ? 100 അതൊക്കെ എനിക്കറിയാം. പ്ലസ് 20 ആണോ? അതൊക്കെ എങ്ങനെയാടാ? ഇത് എത്ര ചാൻസ് എടുക്കണേ? രണ്ടെണ്ണം. അപ്പൊ നമ്മുടെ രണ്ടുപേരും ചാൻസ് ഉള്ളൂ. അതൊക്കെ പിന്നെ അറിയത്തില്ല. തിരിച്ചു 60 അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 60 100 കിലോമീറ്റർ. 100 പറഞ്ഞത് നീ കൂടെ പറ. നീ 60 പറ. എന്തായാലും കൂടത്തില്ല, കുറയത്തേ ഉള്ളൂ. അല്ല ഇത് കുസൃതി അല്ല, ഒരു ആലോചിച്ച് ചെയ്യാനുള്ള സാധനമാണോ? കുസൃതി അല്ല, ആലോചിച്ച് 40 ആണോ? ഇനി പറയാൻ പറ്റത്തില്ല, ഇനി പറയാൻ പറ്റില്ല. അല്ല അതല്ലടോ, അത് ആവറേജ് സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. പണ്ട് മാത്സ് ക്ലാസ് ഇരുന്നവരുണ്ട്. എക്സാമിന് ഇരിക്കും ഇതൊരു ചോദ്യം വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ 60-40 ഒക്കെ എഴുതി വെച്ചിട്ട് ഞാൻ വിട്ട് അല്ല ഞാനാണെങ്കിൽ 55 പറഞ്ഞു. 55 120 കിലോമീറ്റർ A to B, B to A യും സെയിം ആയിരിക്കുമല്ലോ. 80 25 30 അല്ല
കൊമ്പാച്ച കണക്കുകളെല്ലാം പിഴച്ചു. കണക്കെല്ലാം പഠിച്ചു. റബ്ബർ വരെ തീർന്നു. ഞാൻ ചുമ്മാ 52. അല്ല 80. ഇയാൾ എന്തിനു പൊട്ടനാടോ ഇയാള്? ബോധമില്ല. 60ആണോ? 60 അല്ല. ഞാൻ പറഞ്ഞ വീണ്ടും ഇതുണ്ട് 53. അല്ലടാ. ആ അതാ ക്ലൂ പറ. പറയുന്നത് 54. 54. അല്ല. ഓരോ ഇതിലും എന്താ ലഡു കഴിക്കാതെ ലഡു ഇരുന്നത് എന്നെ പോലെ എന്തായാലും 80 പറഞ്ഞില്ല. അവിടെ മാക്സിമം സ്പീഡ് പറഞ്ഞാണ് 60. എന്നിട്ട് 80 പറഞ്ഞു. A to B പോയത് 2 മണിക്കൂറിലാണ്. ആ B to A വന്നത് 3 മണിക്കൂറിലാണ്. ആ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് 60 ഇത് 120 ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ 120 ടോട്ടൽ ആവറേജ് നോക്ക്. സൂപ്പർ. എങ്ങനെ കിട്ടിയ 24? അത് എങ്ങനെ കിട്ടിയെന്നൊക്കെ പറയണം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം 5 hours ആണല്ലോ എടുത്തത്. ആ 125. സൂപ്പർ. 125 കണക്ക് ഞാൻ പറഞ്ഞു. ആണോ? 30. എടാ ഈ കിട്ടിയടാ. ആ 24. അല്ല 24 കിട്ടി. അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 24 കിട്ടി. 120 divided by 5. എടാ, എന്തെടാ നീ ഇങ്ങനെ? എടാ എനിക്ക് കിട്ടിയടാ എനിക്ക്. അയ്യോ 10ാം ക്ലാസ്സിൽ മാത്സ് എക്സാമിന്റെ അവസ്ഥയായി ഇപ്പോ. കൊമ്പന്റെ തലവേദനയാണ്. അതുകൊണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മാത്സ് ആണെങ്കിൽ പ്രശ്നമില്ല. 52.5. 52.5. ആ അല്ലടാ. ഒന്നും അങ്ങനെയൊക്കെ ആ പറ. 48. 48ഓ? എങ്ങനെയത്? ആ 120 ഒരു സൈഡല്ലേ? ആ. തിരിച്ചു പോയതാ. ഒരു കടി അടി. തിരിച്ചു പോയത് കൂട്ടാത്തെന്താ? ഒരു കടി അടി. 240. നിക്ക്. 240 പ്ലസ് മറ്റേ ഇത് 5. 3 മണിക്കൂർ അങ്ങോട്ട് 2 മണിക്കൂർ അങ്ങോട്ട് 3 മണിക്കൂർ ഇങ്ങോട്ട്. അപ്പൊ 5 ആയില്ലേ? അപ്പൊ 240 ഡിവൈഡഡ് ബൈ 5. കടി പിടിക്കണം. ഒരു 1 ബൈറ്റ് അല്ലേ? 1 ബൈറ്റ് അല്ല, അത് ഫുള്ളാ. എന്നാ മാവള് കൊള്ളാം. നമ്മൾ അത്രക്കൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറുവിന്റെ ഭക്ഷണം മാനം കേട്ടവനെ. ഗൈസ് അപ്പൊ ഇതിന് അയ്യോ ബ്രോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊമ്പന്റെ കാണിക്കണം. കൊമ്പനല്ല തൂത്തെറിഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അതില്. ഞാൻ പെൻസിൽ തരാമോ ഗൈസ്? എല്ലാം തൂത്ത് എനിക്ക് മൈക്രോവർ തീർന്നതിന്റെ. എന്ന് വെച്ചാൽ ഞാനിവിടെ വെറുതെ ഇരിക്കാന്ന് ഓർത്താണ് എനിക്ക് തന്നെ. ആയിക്കോട്ടെ. Guys, ഇതിന് വെറും മാത്സ് മാത്രമല്ല, ഇതൊരു IQ ചലഞ്ചും കൂടെയാണ് ശരിക്കും പറഞ്ഞ. മാത്തമാറ്റിക്സ് ആടാ. അല്ല, നമ്മൾ അങ്ങനൊക്കെ ചിന്തിച്ചാലല്ലേ അത് കിട്ടുന്നുള്ളൂ. മാത്തമാറ്റിക്സാ. അവിടെ പിന്നെ നിനക്ക് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്? ശരിയാണ്. ഇനി നമുക്കൊരു എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ജക്ടർ പ്ലസ് ടുവില് മാത്സിന് എത്ര ഉണ്ടായിരുന്നു? ജസ്റ്റ് പാസ്സാ. അത് മാത്രം കേട്ടാ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊമ്പനോ? ജസ്റ്റ് പാസ്സാ. കൊമ്പനൊക്കെ A+ എനിക്ക് ബി ആയിരുന്നു തോന്നുന്നു. ബിയോ? B+ ആ. എനിക്ക് ഓർമ്മയില്ലടേ. മാത്സ് ഇല്ലല്ലോ എനിക്ക് പ്ലസ് ടുവിന്. എന്തുവായിരുന്നു മാത്സ്? ഞാൻ commerce ആയിരുന്നു. എന്നാ അക്കൗണ്ട്സിക്ക് എത്ര ഉണ്ടായിരുന്നു? അക്കൗണ്ടൻസിക്ക് A ഉണ്ടായിരുന്നോ? എനിക്ക് A+ ഉണ്ടായിരുന്നു. 195 മാർക്ക്. അല്ല, അക്കൗണ്ടൻസിക്ക് എനിക്ക് B+ ആയിരുന്നു കേട്ടോ. അത്രയ്ക്കും അകപ്പതിച്ചു പോയി. 199.9. അത് എനിക്ക് ഓർമ്മയില്ലടാ കറക്റ്റ്. മൊത്തം 9. 2 5 B+ ആയിരുന്നു എനിക്ക് പ്ലസ് ടുവില്. Next question please. Okay, easy തരാം. A farmer has 17 sheep. 17 ആണോ? All but nine of them run away. How many sheep does the farmer have left? 8. അല്ല. 6. അയ്യോ 6 അല്ല. ഒരു question പറഞ്ഞു. 6 അല്ല. A farmer has 17 sheep. All but 9 of them run away. പോയി. How many sheep does the farmer have left? 17. 0. ഓക്കേ 26. അല്ല. ഞാൻ പറഞ്ഞുതരാം. 9. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞില്ല. 3 സെക്കൻഡ്. അതെങ്ങനെ തന്നെ? All but 9 of them run away എന്ന് പറഞ്ഞാല് കറക്റ്റ് ഗ്രാമറിൽ 9 ഒഴിച്ച് ബാക്കി എല്ലാം ഓടിപ്പോയി. അപ്പൊ ഗ്രാമറിന്റെ അത് എന്തോ 9 ഒഴിച്ച് ബാക്കി എല്ലാം ഓടിപ്പോയിന്ന്. All but 9 run away. ഞാൻ എന്താ പ്ലസ് ചെയ്ത്
ഇപ്പൊ അഭി വിചാരിക്കുകയെ മാത്സ് ചലഞ്ചാണ് ഗ്രാമർ ചലഞ്ച്, ഇത് ഏതാ ചലഞ്ച്? ബ്രോ ഐ ടെൽഡ്, ഞാൻ 8 വരെ പറഞ്ഞു. ആ ടോൾഡ്, എനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാ. ഞാൻ വിചാരിച്ച പോലെ 1, 1, 3 എന്നുള്ള ചലഞ്ച് ആയിരിക്കും. പെട്ടെന്ന് ഒന്നാമത് തലവേന എഴുതിക്കാം, അതിന്റെ കൂടെ വീണ്ടും തലവേനയാക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 62 കഴിക്കുമ്പോ എനിക്ക് മറ്റേ ജഗ്ഗു രാജുവും ചുട്ടിയൊക്കെ ഉണ്ട്. മരിച്ചു നീ ഇപ്പൊ. You are standing on the 5th rung of a ladder. What rung എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പടി. If you move 3 rungs up, down 4 rungs and 2 rungs up. ഒന്നുകൂടെ 6 ആണോ? ആണല്ലേ? വരച്ചായിരുന്ന ഇല്ല, ഒന്നും എഴുതിട്ടില്ലത്. വെറുതെ പറയണതാടാ. എന്താ കറക്റ്റല്ലേ? ബ്രോ ഞാനിവിടെ വരച്ചിങ്ങനെ പോയി തിരിച്ചു ബ്രോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലില്ല, നിങ്ങളെ പഠിപ്പിച്ചു തരാം. ലഡു വെക്കട്ടെ. പറഞ്ഞ നമ്പർ പറഞ്ഞേ. 5 അല്ലേ? 5, 3, 8. 5, 5, 3, 8 -2. അടുത്ത 3 അപ്പായി, 3 അപ്പായി, പൊക്കത്തോട്ട് കയറി. 4 ഡൗൺ ആയി, 4 ഡൗൺ ആയി, 2 അപ്പായി, 2 മുക്കി, 6. എന്തിനാ ദൈവമായിട്ട് 10 വരെ? ഞാൻ മാപ്പിൽ മേലോട്ട് പോയി തിരുത്തോട്ട് വന്നിട്ട് പോയപ്പോഴും നിർത്തി. ദൈവമായിട്ട് 10 വരെ വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ? കാൽക്കുലേറ്റിന് മുമ്പ് അവിടെ പറഞ്ഞു. ബ്രോ ഇത് ഐ ആം പ്രൗഡ് ഓഫ് യു ബ്രോ. ഇതൊക്കെ ബ്രോ ചിന്തിച്ചെടുക്കും ഞാൻ വിചാരിച്ചില്ല. റാൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഇനി കട പിടിച്ചിരുന്നേ. വശമുണ്ട് അല്ലേ? അതെ, കട അടിക്കാനുള്ള എല്ലാ വർഷവും അഭിനയിക്കുമായിരുന്നു. പിന്നെ തള്ളി കയറ്റി അങ്ങനെ ഇതാണ് പ്രശ്നം. ജയിച്ചോണ്ടിരിക്കണം. അങ്ങനെ കൊള്ളാവടാ നാണം കേട്ടവനെ. ജയിക്കണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ? What is the result if you take number of days in a week and multiply it by the number of your fingers on one hand? എല്ലാം പോയി ഒന്നുകൂടി. What? 35. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോലും കിട്ടിയില്ല. എടാ, ഒരാഴ്ചയിലത്തെ നമ്പറും നമ്മുടെ ഒരു ഹാൻഡിലെ ഫിംഗറിന്റെ നമ്പറും കൂടെ ഇൻഡ്യൂ ചെയ്യാം. ഇന്ത്യ ചെയ്യാനായിരുന്നു അല്ലേ? 535. ഓ ജട്ട് മരിച്ചാ? 3 കഴിക്കുമ്പോ ചുട്ടിയൊക്കെ വന്ന് കാണും. ചുട്ടിയും ചട്ടിയൊക്കെ പറ എങ്കിൽ പിന്നെ പറ അവളോട്. അവന്റെ ചുറ്റിയുടെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. എന്തിലേക്ക്? അതാകുമ്പോ കൊട്ടാരം കിട്ടുമല്ലേ? അതാകുമ്പോ കൊട്ടാരത്തിൽ രാജാവിന് പേടി കിട്ടും. ഞാൻ കാലിയാ. ഇവിടെ ഭീമായി, ഇവിടെ ഭീമുണ്ട്. ഇതാ കറക്റ്റ് കാലിയ. അയ്യോ കുരു, റൗണ്ട് കഴിഞ്ഞു. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത് കപ്പ വറുത്തതാണ്. കപ്പ വറുത്തത് ഗൈസ്, ഇതിപ്പോ ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പേപ്പർ. ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ 2 പേപ്പർ പറയോട്ടെ. ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും ഇത് ഫില്ലപ്പ് ചെയ്യുന്നത്. എക്സ്ട്രാ പേപ്പർ ആണോ? അല്ല, സബ്സ്ക്രൈബ്. പിന്നെ വാഴ നല്ലപോലെ കണ്ടല്ലേ? വാഴ മൂവി എന്താ? ഒന്നുമില്ല ബ്രോ കണ്ടിട്ടില്ല ഗൈസ്. ഇതുവരെ വാഴ 200 കോടി അടിച്ചിട്ടും ഇവൻ ഇതുവരെ പോയിട്ടില്ല. അവനും ഞാൻ പോയി. അത് ഇച്ചിരി സെന്റിമെന്റൽ ആയിട്ടുള്ള സാധനമാണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അധികം പോവാത്തത്. എന്ത് സെന്റിമെന്റൽ ആണെന്നുള്ള സാധനം തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ അടുത്ത പറയട്ടെ, 5ാമത്തെ. A square is inscribed inside a circle radius of r. 4 അല്ല, പയ്യാ സ്ക്വയർ. അല്ലല്ല, 5 4. ഞാൻ സ്ക്വയറിന്റെ ഇത് പറഞ്ഞു വിടേ. 2πr - LB ആണോ? അല്ല, പോയി പറ. 4πr അല്ല, ഈ പയ്യാറുണ്ടോ? അതൊന്നും പറയില്ല. അപ്പൊ പയ്യാറുണ്ട്. 2 പയ്യാർ. 1 പയ്യാറ്. അല്ല, എന്തെങ്കിലും പറയണല്ലോ.
ഗൈസ് ഇതൊക്കെ നിങ്ങൾക്ക് വല്ല അറിയാമോ? നിങ്ങൾ കണ്ടോണ്ടിരിക്കാതെ പേന ബുക്ക് ഇട്ട് എഴുത്. എഴുതി നിങ്ങളല്ല അവന്മാര് സബ്സ്ക്രൈബേഴ്സ് എഴുത് പണിയെടുക്ക്. എന്നിട്ട് സ്കിപ്പ് അടിച്ച് നോക്കല്ലേ കേട്ടാ, സ്കിപ്പ് അടിച്ച് പോവല്ലേ. കറക്റ്റായിട്ട് ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുത്, അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. 2r മൈനസ് LB. സ്ക്വയർ സർക്കിളിന്റെ അകത്തല്ലേ? അതെ. അപ്പൊ ഡയഗണലും ഡയമീറ്ററും സെയിം ആയിരിക്കുമല്ലോ സർക്കിളിന്റെ. അപ്പൊ ഡയമീറ്റർ 2r. അതെ. പൈതഗോറസ് തിയറം അറിയോ? പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്, അറിയത്തില്ല. മറന്നുപോയി. അറിയാം. പൈതഗോറസ് തിയറം ഇല്ല അപ്ലൈ ഉണ്ട്. ആണോ? a² + b² = ab². c² എന്നാണോ? ഓക്കെ, അതാണ് പൈതഗോറസ് തിയറം. 4 സ്ക്വയർ. a² + b² = മിസ് എനിക്ക് പക്കാട് ഇഷ്ടമല്ല. രാജിവെച്ച് 4r². അല്ല. 4r². ക്ലോസ്, ഭയങ്കര ക്ലോസ്. r = 4. r = 4. ഓ സൂപ്പർ. അതിന് ഗോന്നിട്ടെ കൊമ്പൻ രണ്ടുപേരും പറ, പെട്ടെന്ന് നിന്റെ ഒരു ചെറിയ ക്ലൂ തരുമോ? എന്റെ ഉള്ളതെന്ന് CR ആണ്. ഞാനെല്ലാം ക്ലൂ തരാം. നീ ഉദ്ദേശിച്ചത് CR അങ്ങനെ SR അങ്ങനെ ഞാൻ ഏതിൽ അക്ഷരം ഇട്ടോളാം. 6 ഉണ്ടോ? 6 പിന്നെ C ഇത് കറക്റ്റ് C, ആക്ച്വലി വരികയാണെങ്കിൽ എന്തോ? ഇത് 4R വരത്തുള്ളൂ. അത് മാത്രം തരാമോ? ഞാൻ ഇതിൽ നമ്പർ വെച്ച് പറഞ്ഞോളാം. വെയിറ്റ് ചെയ്യേ. ആ 2 3 നിനക്കത് എവിടെ കിട്ടിയ ആൻസർ? 2R സ്ക്വയർ ചുമ്മാ പറഞ്ഞാ. ഗൈസ് അങ്ങനെ വീണ്ടും ഗോവിന്ദന് പഠിച്ചെഴുതിയവന് പോലും മാർക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ വീട് നോക്കുമ്പോൾ ഞാൻ എല്ലാം സ്ക്വയർ ഇട്ട് പറഞ്ഞോണ്ടിരിക്കുക. നോക്കുമ്പോൾ 2R കിട്ടി. 2R സ്ക്വയർ. ആരാ 2R ഓർമ്മേ? ഓ നിങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചില്ലേ, എന്നിട്ട് ഞാനിത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത് ഇയാളെ കണ്ട് അതൊക്കെ മറച്ച് വെക്കണ്ടേ? അല്ല എനിക്ക് അതിന് മുമ്പ് നീ പറഞ്ഞു കേട്ടായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞു, എനിക്ക് കിട്ടിയെന്നാ പറഞ്ഞത്. ആ 4R പറഞ്ഞത്. 2R ഞാൻ ഇവിടെ എഴുതി വെച്ചേ. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ എണ്ണിയില്ലേ. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ അപ്പൊ ഈ 2R കണ്ടു, കൂട്ടി ഒരു സ്ക്വയറും കൂടെ കളൻ. ഞാൻ കോപ്പി അടിച്ച് എനിക്ക് ശീലമുള്ളൂ. അമ്മേ തല, എനിക്ക് ഒന്നാ തലവേദന എടുത്തിരിക്കുകയാണ്. അതിനൂടെ ശോകമായല്ലോ അല്ലേ? Bro, next question please. Next question. A boy is 2-year-old. His brother is half his age. When the boy is 100 years old, how old will be the brother? 99. 50. കറക്റ്റ് അല്ലേ? 2 വയസ്സാണ് അവന്റെ ചേട്ടന്. അപ്പൊ അവന്റെ ഹാഫ് ഉള്ളൂ ഒരു വയസ്സ്. അങ്ങനെ ഇത് അവന് വയസ്സ് കൊടുത്തില്ലേ? ഗുഡ്. കഴിക്കടാ ഭക്ഷണം. ഞാൻ ചെയ്തറിയോ, ഹാഫ് എന്ന് വിചാരിച്ചിട്ട് 100ന്റെ ഡിവൈഡ്. എല്ലാ മണ്ടന്മാരും അങ്ങനെ ചിന്തിക്കും. എന്നിട്ടൊന്നും ഞാൻ ചിന്തിക്കാൻ മണ്ടനാവാനൊരു യോഗ്യത വേണം. എന്തിനാണാ ചോദിച്ചു മേടിക്കുന്നത് മാനവരെ? ഞാൻ ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞപ്പോൾ 1.5 ചോദിച്ചേക്കുന്നത്. 1.5 ഹാഫ്. ഓ 2ന്റെ ഹാഫ് പോകുമ്പോ 1 ഹാഫ്. അത് കൊള്ളാം. 2ന്റെ ഹാഫ് പോകുമ്പോ എത്ര? 2ന്റെ ഹാഫ് പോകുമ്പോ 1.5. 1.5 എഴുതി വെച്ചിരിക്കുന്നു. അത് കൊള്ളാം. 2ന്ന് 1 പോയല്ലേ 1 ഇങ്ങനെയൊക്കെ ചിന്തിക്കും. കഴിഞ്ഞു കൊമ്പൻ ജയിച്ചു. So okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. A toy and a box cost $11 together. The toy costs $10 more than the box. How much does the box cost? അല്ല 0. ബോക്സിന്റെ വില 0. അല്ലേ? മാനം കണ്ടവരെ. True. 1. 2 ആണോ? ഞാൻ പറഞ്ഞല്ലോ. ഒരു ടോയ്ക്കും ബോക്സിനും കൂടെ ചേർത്ത് $11. ടോയുടെ വില എന്ന് പറയുന്നത് 10 മോർ ദാൻ ദി ബോക്സ്. അപ്പോ ബോക്സിന്റെ വില എത്ര? വളരെ നിഗൂഢമായ ചോദ്യം. 21. നീ പറയണേ. 10. 10. എന്നെ മനസ്സോട് തളർത്തി കളഞ്ഞ്. ഞാൻ പറയട്ടെ 0.5. 0.5 ആക്കി. എന്താ 0.5 എന്ന് പറയുമ്പോ
50 cents dollar. ഞാൻ അതിലോട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനല്ലേ ഇത് കിട്ടിയെന്നല്ലേ അത് കിട്ടിയത്. കഴിക്ക്. ബ്രോ അത് കഴിഞ്ഞ് അടുത്തായി പിടിക്കാം. ഞാൻ ഐക്യൂസിലോട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പോയി. ഞാൻ ഇത് സ്ലോ അല്ലേ മാച്ചിൽ. ഇപ്പൊ ബോക്സിന് 0.5 ആണ് ഡോളറിന്റെ വില. അപ്പൊ അതിനേക്കാൾ $10 കൂടുതലാണ് മറ്റേതിന് വില. എന്ന് വെച്ചാൽ രണ്ടിനും 0.5 ഇട്ടെന്ന് വെച്ചോ. അതിനേക്കാൾ $10 കൂടുതൽ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഡോളറില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ വരുമ്പോ എനിക്ക് മനസ്സിലായി എന്തായാലും പോയിന്റ് വെച്ചിട്ട് ആൻസർ തരേണ്ടി എടാ പേനടി പോയി എടുക്കാൻ പറ്റൂല. അവിടെ ഇരിക്കട്ടെ. അല്ല ബ്രോയ്ക്ക് എന്തിനാ പേന? ബ്രോ അല്ല മറ്റേ മൈൻഡ് കാൽക്കുലേറ്റിംഗ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്കോ. ചോദ്യം പോരട്ടെ. 8ാമത്തെ ഒറ്റ ബോട്ടിലാണേ. കേട്ടില്ലല്ലോ ഇത് ആൻസർ 25. X is equal to 25. കറക്റ്റാ ആണ്. കിട്ടിയായിരുന്നാ? Family cheers. Cheers. എന്താടാ അങ്ങനെ പറയരുത്. ഞാൻ ഫുൾ ബോട്ടിൽ പറഞ്ഞത്. ഫുൾ ബോട്ടിലാണോ വേണ്ട ഒരു ഗ്ലാസ് അല്ലേ ഫുൾ ബോട്ടിലാ? ആ അല്ല ബോട്ടിലുണ്ട് ബോട്ടിൽ നിർത്താൻ പിടിക്കണേ. നിർത്തല്ലേ അടുത്ത നെക്സ്റ്റ് റൗണ്ട് പ്ലീസ്. അപ്പൊ അങ്ങനെ ലാസ്റ്റത്തെ റൗണ്ടാണ് നമ്മളെ പിസ്സാണ്. 100% ഉറപ്പാണ് എന്തോ ഒരു വലിയ കണക്കായിരിക്കും വരുന്നത്. അവിടെ നമ്പർ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? Can you give me a paper? എടുത്തോ ആവശ്യമില്ല എടുത്തോ. ക്രൂസ് എങ്ങനെയാണ് ഒരു പീസ് ഫുൾ ആയിട്ട് 2 പേപ്പർ വരുമോ? കണക്ക് എഴുതി ഞാൻ പ്ലാനിട്ട് ക്രൂ കണക്ക് പോരട്ടെ. A pair of shoes are normally cost $80. Today they are on sale for 25% off. What is the sale price of the shoes? ഷൂവിന്റെ പൈസ $80 ആണ് നോർമലി. ഇന്ന് $25 ഓഫ് ആണ്. 25% ഓഫ് ആണ്. പെർസെന്റേജ് ഓഫ് ആണ്. അപ്പൊ ഷൂവിന്റെ പ്രൈസ് എത്ര? 20. 60. അയ്യോ 20 60 തിരിച്ചു വെക്ക് പ്ലേറ്റ് കഴിക്കടാ മാനം കേട്ടവനെ. ഇത് ഫുള്ളിനിക്കാ? അതെ അങ്ങനെയല്ല കഴിക്കണ്ട. ഒരു വൈറ്റ് എനിക്കൊന്നു ബ്രോ എനിക്ക് ഓരോന്ന് ഇത് കൈ പൊടി വിട്ടി തുറച്ചോളാ. അതുപോലെ നക്കത് മണക്കൂല ചെയ്ത കണ്ണാടി വെച്ചിരുന്നപ്പോ ഇതിന്ന് 13.5. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ മറ്റേ എനിക്ക് കിട്ടിയതായിരുന്നു. ബ്രോ എത്ര ജയിച്ചു ബ്രോ? ഞാൻ 3 ജയിച്ചു. 1 2 3 ഞാനും 3. ബ്രോ 0. എന്താ ബി കഴിക്കുന്നത്? നോക്കിയേ 3 കറക്കി കുത്തി ഞാനും പറഞ്ഞത്. ഓ അപ്പൊ ഈ കളിയിൽ ആക്ച്വലി ഞാൻ ജയിച്ചില്ലേ? ഞാൻ ഇവിടെ ജയിച്ചപ്പോ ഞാൻ ജയിച്ചു സത്യം. അങ്ങനെയല്ല ബ്രോ 3 ആയില്ലേ? അല്ല 3 അങ്ങനെയാണോ? പിള്ളേരെ പിടിച്ച് ഉടിപ്പിക്കില്ലേ? എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ടോപ്പ് പോസ്റ്റ് നമ്മൾ ജയിച്ചില്ലേ? ആ ശരിയാണ്. അയ്യോ അപ്പൊ ചെക്കൊണ്ട് ഇത് പോയാ അതൊക്കെ എന്നെ പോയി. ഞാൻ ഉറപ്പിച്ചോലായി പോയത് നിങ്ങളെ. എങ്ങനുണ്ട്? ഒന്നുകൂടെ കഴിച്ചോട്ടെ. ഒന്ന് കഴിച്ചു നോക്കാം. അഭി എങ്ങനെയുണ്ടായിരുന്നു ചലഞ്ച്? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരെണ്ണം പോലും കിട്ടിയില്ല. കുഴപ്പമില്ല. അത് ബെറ്റർ. എനിക്ക് അങ്ങനെ അതാ വേണ്ട അടിച്ചു. ബ്രോ എന്താണ്? എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രോ എന്നോട് ഇവിടെ വന്നപ്പോ പറഞ്ഞാൽ നീ വീട്ടിലിരുന്ന് ഒരു ചലഞ്ച് പോലും ജയിച്ചില്ലല്ലോ. ജയിച്ചാണ്. കാരണം കൊമ്പൻ അന്നേ പറഞ്ഞായിരുന്നു, കൊമ്പൻ സപ്പോർട്ട് സംസാരിക്കുന്നത്. കൊമ്പൻ അന്ന് പറഞ്ഞു ഒരു മാക്സ് ചലഞ്ച് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാന്ന് ജക്കുനെ വെല്ലു വിളിച്ചു. അതുപോലെ ജക്കു ഞങ്ങൾ പള്ളിപ്പെരുന്നാളിന് പോവാ. പുറത്ത് അവിടെ ഒരു കളിയുണ്ട്. അവിടെ പോയി കളിക്ക് പൈസ അപ്പം ഇഷ്ടപ്പെട്ടില്ലേ? ഒരു നല്ല അടിപൊളി ഔട്ടർ കൊടുത്ത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.